നാട്ടിലേക്ക് വന്നാൽ കേരളത്തിലേക്ക് വന്നാൽ ഈ ഫ്ലക്സുകൾ എടുത്ത് മാറ്റുകയാണ്. നേരത്തെ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് വരെ നടന്ന കാര്യങ്ങളൊക്കെ മറക്കണം, ഇതുവരെ സംഭവിച്ചതെല്ലാം മറക്കണം, അതൊരു പഴങ്കഥയാക്കി മാറ്റണം എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും ഒന്നിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണം, ഫ്ലക്സുകൾ മാറ്റണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫ്ലക്സുകൾ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ബിനിൽ ലീല സംഭവിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, ഇനി ഈ തർക്കങ്ങൾക്ക് വലിയ അർത്ഥമില്ല, ആരുടെ പേര് വന്നാലും അത് ഒറ്റക്കെട്ടായ ഉള്ള തീരുമാനമായി അംഗീകരിക്കണമെന്ന് നേതാക്കൾ പറയുക. രുചീഷ്, നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ.സി. വേണുഗോപാലും അതോടൊപ്പം വി.ഡി. സതീശനും ഒന്നിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇനി ആരെയും പിന്തുണച്ച് ഒരു പ്രകടനം പാടില്ല. സംസ്ഥാനത്ത് പലയിടത്തും ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് 3 നേതാക്കൾക്ക് വേണ്ടിയും ആ ഫ്ലെക്സുകളുണ്ട്. അത് ഇന്ന് തന്നെ നീക്കം ചെയ്യണമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അതിപ്പോൾ KPCC ആസ്ഥാനത്തിന്റെ പരിസരത്ത് പലയിടത്തും ഇത്തരം ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തലസ്ഥാനത്തുള്ള ഫ്ലെക്സുകൾ പൂർണ്ണമായും മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ പരിസരത്ത്, അതായത് ഇതിന് പുറത്ത് കൂറ്റൻ ഫ്ലെക്സുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. അത് കെ.സി. വേണുഗോപാലിന്റെ ഉണ്ട്, വി.ഡി. സതീശന്റെ ഉണ്ട്, രമേശ് ചെന്നിത്തലയുടെ ഉണ്ട്. ആ ഫ്ലെക്സുകളെല്ലാം നീക്കം ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. നേതാക്കൾ പറഞ്ഞത് അവർ അനുസരിക്കുകയാണ്. എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അത് കെ.സി. വേണുഗോപാലാകുമോ അല്ലെങ്കിൽ വി.ഡി. സതീശനാകുമോ രമേശ് ചെന്നിത്തലയാകുമോ എന്ന ഒരു ഉദ്വേഗം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും KPCC ആസ്ഥാനത്ത് നേരത്തെ മുതൽ തന്നെ, അതായത് ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിഞ്ഞ് ഇവിടെ KPCC ഭാരവാഹികളടക്കം ഇവിടേക്ക് വന്നിരുന്നു. സംഘടനാ ചുമതലയുടെ ഉള്ള ജനറൽ സെക്രട്ടറിയായ നെയ്യാറ്റിൻകര സനൽ ഇവിടെ ഉണ്ടായിരുന്നു, മണക്കാട് സുരേഷ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഇവിടേക്ക് വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകില്ല എന്നറിഞ്ഞ ശേഷമാണ് ഇവർ മടങ്ങുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആ ഫ്ലെക്സുകൾ മുഴുവൻ മാറ്റാനുള്ള ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും മുഴുവൻ ഫ്ലെക്സുകളും മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നേതാക്കളുണ്ട്. ഈ നഗരത്തിലെ എല്ലാ ബോർഡുകളും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടാണ് കെ.സി. വേണുഗോപാൽ അതുപോലെ തന്നെ ഇന്ന് പ്രഖ്യാപനത്തിനുള്ള സാധ്യത കാണുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിച്ചതാണ്, കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് തെളിവാണ് ഞങ്ങൾ എല്ലാ ആളുകളും KPCC ആസ്ഥാനത്ത് ഇരുന്ന മുഴുവൻ ബോർഡുകളും എടുത്ത് മാറ്റിയാണ്. നഗരത്തിലെ എല്ലാ ബോർഡുകളും ഇന്നത്തോടെ തന്നെ എടുത്തു മാറ്റുന്നതാണ്. എല്ലാ പ്രകടനങ്ങളും ഇനിയിപ്പോൾ ഉണ്ടാവില്ല. അല്ല, പ്രകടനങ്ങളില്ലല്ലോ, പാർട്ടിയാണല്ലോ. പാർട്ടി കേരളത്തിൽ ഒന്നിച്ചുള്ള ഒരു വിജയമാണ് കേരളത്തിൽ സമ്മാനിച്ചത്. ആ വിജയത്തിന് കേരളത്തിലെ ജനതയ്ക്ക് നൽകുന്ന കോൺഗ്രസിന്റെ സന്ദേശമാണ് ഇന്ന് കേന്ദ്രത്തിലെ മുഴുവൻ നേതാക്കളും കേരളത്തിൽ സന്ദേശം നൽകിയിരിക്കുന്നത്. ഋജീഷ്, യൂത്ത് കോൺഗ്രസിന്റെ സെയ്താലിയാണ് ഇപ്പോൾ സംസാരിച്ചത്. തലസ്ഥാന നഗരിയിലെ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ ഫ്ലെക്സുകളും എടുത്തു മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഇന്ന് രാത്രി തന്നെ എടുത്തു മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രുജീഷ്, കരിബിനിൽ എന്തായാലും അത്തരത്തിൽ ഫ്ലക്സുകളൊക്കെ എടുത്തു മാറ്റണമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. അത്തരത്തിലുള്ള ഫ്ലക്സുകൾ എടുത്തു മാറ്റുന്നു. അതോടൊപ്പം പ്രകടനങ്ങളും ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സൂചന നൽകുന്നത്. ഇനി